വന്യ വൈദിക സഹോദരരെ, മലങ്കര സുവിശേഷ പ്രവർത്തകരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിൽ ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് കൂദോശീത്തോ ഞായറാണ്, സഭയുടെ ശുദ്ധീകരണ തിരുനാൾ. നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സുവിശേഷ പ്രസംഗമല്ല, പ്രസംഗത്തിന് സഹായം എന്നുള്ള നിലയിൽ ഏതാനും സൂചികകൾ, പോയിൻറ്റ്സ് നൽകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നാം സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് മലങ്കര സഭയിൽ ആരാധനക്രമത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യ വചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിപ്പാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ആരാധനക്രമ വർഷത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ ക്രമവർഷത്തെക്കുറിച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, ആരാധനാക്രമവർഷത്തിൽ 7 കാലങ്ങളുണ്ട്. സൂബോറോ അഥവാ വചനിപ്പ് കാലം, എൽദ ദനഹക്കാലം, വലിയ നോയമ്പ് കാലം, കെംത കാലം, പെന്തിക്കോസ്തി കാലം, തേജസ്കരണ കാലം, സ്ലീബ കാലം. അങ്ങനെ 7 കാലങ്ങളിലൂടെ 56 ഞായറാഴ്ചകൾ നമ്മൾ ആചരിക്കും. അതിനിടയിൽ കർത്താവിൻ്റെ മാറാനായ തിരുനാളുകൾ, പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധരുടെയും ഓർമ്മകൾ, നോമ്പുകൾ, പെരുന്നാളുകൾ, ഉപവാസ ദിനങ്ങൾ, മരിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അങ്ങനെ പലതും ഈ ആരാധനാ ക്രമവർഷത്തിൽ ഉൾപ്പെടും. നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത് കൂദോശീത്തോ ഞായറായത് കാരണം സഭ എന്താണ് എന്നുള്ള ആ ചോദ്യം കൊണ്ടാണ്. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് നമ്മളെ പഠിപ്പിച്ചു, യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തികളുടെ തുടർച്ചയാണ് സഭ. അത് ലോകത്തിൻ്റെ അവസാനം വരെ തുടരേണ്ട പ്രവൃത്തിയാണ് യേശു തുടങ്ങി വെച്ചത്. അത് അപ്പസ്തോല പ്രവർത്തികളിലൂടെ തുടർന്ന് ഈ 2020 വരെയും സഭ അതിൻ്റെ രക്ഷാകര പ്രവർത്തികൾ തുടരുകയാണ്. അതിനാൽ രക്ഷാകരം എന്നുള്ള വാക്ക് നമ്മൾ അടിവരയിട്ട് പറയേണ്ടതാണ്. വിശുദ്ധ പൗലോസ് 2 കോരിന്ത്യർ 6:2 പറഞ്ഞു, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇപ്പോൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. കർത്താവിൻ്റെ രക്ഷ ഇപ്പോഴാണ് നടക്കുക. 2, സഭ എന്ന് പറഞ്ഞാൽ രക്ഷിതരുടെ കൂട്ടായ്മയാണ്. അതിൻ്റെ അടിസ്ഥാനം, ബിബ്ലിക്കലായിട്ടുള്ള അടിസ്ഥാനം ഞാൻ കാണുന്നത് അപ്പസ്തോല പ്രവൃത്തി 2:46-47 വാക്യങ്ങളിലാണ്. അവിടെ പറയുന്നു, ആദ്യത്തെ ക്രൈസ്തവ സമൂഹം, ഈ 46-47 വാക്യങ്ങൾ മാത്രം എടുത്താൽ, അവർ എല്ലാ ദിവസവും സന്തോഷത്തോടുകൂടി ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ദൈവാലയത്തിലെ യാമപ്രാർത്ഥനകളിൽ
അവർ പങ്കെടുത്തിരുന്നു. അത് സന്തോഷപൂർവം ആലപിക്കുന്ന സങ്കീർത്തനങ്ങളായിരുന്നു. 2, അവർ അപ്പം മുറിച്ചിരുന്നു. അപ്പം മുറിക്കൽ നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രാഗ് രൂപമാണ്. അപ്പോൾ ആരാധനക്രമം അന്ന് തന്നെ അവർ അനുഷ്ഠിച്ചിരുന്നു. ഈ സമൂഹത്തിലേക്ക് കർത്താവ് രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം ചേർത്തുകൊണ്ടിരുന്നു. സോസോ മെനൂസ്, സോസോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കുക. സോസോ മെനൂസ് രക്ഷിക്കപ്പെട്ടവരെന്നും രക്ഷ പ്രാപിക്കുന്നവരെന്നും രക്ഷപ്പെടേണ്ടവരെന്നും ഒക്കെ 3 അർത്ഥങ്ങൾ അതിനുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമ്മുടെ POC ബൈബിളിൽ രക്ഷ പ്രാപിക്കുന്നവരുടെ സമൂഹം ആയിട്ടാണ് സഭയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത നമ്മുടെ പോയിന്റ്, 2-ാം വത്തിക്കാൻ സുനകദോസ് പറഞ്ഞു, ഏറ്റവും വലിയ കൂദാശ ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരുമിച്ച് വരുന്നതുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും യോജിപ്പിക്കുവാൻ മനുഷ്യന് നൽകപ്പെട്ട കൂദാശയാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹ. അതിന് ജർമ്മൻ തിയോളജിയൻസ് 2-ാം വത്തിക്കാൻ സുനകദോസിൽ കൊടുത്ത പേര് ഊർ സാക്രമെന്റ് എന്നാണ്, പ്രൈമൽ സാക്രമെന്റ്. അതോടൊപ്പം സഭയ്ക്ക് അവർ കൊടുത്ത പേര് ഗാൻസ് സാക്രമെന്റ്. ഗാൻസ് എന്ന് പറഞ്ഞത് ഹോൾ എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സൽ സാക്രമെന്റ് ഓഫ് സൽവേഷൻ എന്നാണ്. അതിനാൽ കർത്താവായ യേശു മിശിഹായ്ക്ക് പകരമാണോ സഭ? ഒരിക്കലും തുല്യതയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ 8 കൂദാശകളോടൊപ്പം സഭയും ഒരു കൂദാശയാണോ എന്ന് ചോദിച്ചാൽ അല്ല. സഭ കൂദാശകൾക്ക് അതീതമായ ഒരു കൂദാശയാണ് നമുക്ക് പറയാം. അടുത്ത പോയിന്റ്, എവിടെയാണ് രക്ഷാകര ചരിത്രത്തിൽ ആരാധന തുടങ്ങുന്നത്? നമുക്കറിയാം, രക്ഷാകര സംഭവങ്ങൾ തുടങ്ങുന്നത് പുറപ്പാടിലാണ്. ദൈവം മോശയെ വിളിച്ച് ഫറവോൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ പറയുന്നു, കർത്താവ് എന്ത് പറയണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മോശയോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയി വേണം ഫറവോട് പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ മകനാണ്, എന്നെ ആരാധിക്കുവാനായി അവനെ വിട്ടയക്കുക. അവിടെ പർപ്പസ് ക്ലോസ് പ്രത്യേകമായി പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടിയാണ് വിമോചനം. ആരാധന അല്ലായിരുന്നു എങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു സാമൂഹ്യ വിമോചനം പോലെ ആയിത്തീർന്നേനെയും. അപ്പോൾ ഒരു വിമോചനത്തിൽ നിന്ന് ആരാധനയിലേക്കും ആരാധനയിൽ നിന്ന് വീണ്ടും വിമോചനത്തിലേക്കും വരുന്നു. അപ്പസ്തോല പ്രവർത്തികളിൽ വിശുദ്ധ പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ വിശ്വാസികൾ കാരാഗ്രഹത്തിന് പുറത്തുനിന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ആ രാത്രിയിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവനെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം. അതുപോലെ വിശുദ്ധ പൗലോസും സീലാസും പാതിരാത്രിയോടെ അടുത്ത സമയത്ത് അവരെ ബന്ധിച്ചിട്ടിരുന്ന ചങ്ങലകൾ പരസ്പരം കൂട്ടിയടിച്ച് താളം പിടിച്ച് പാട്ടുപാടിക്കൊണ്ടിരുന്നു. സഹതടവുകാരെല്ലാം ഈ നട്ടപ്പാതിരായ്ക്കത്തെ പാട്ട് കേട്ടിട്ട് അവരെല്ലാവരും ഉണർന്നിരുന്നു. നമുക്കറിയാം, ഒരു ഭൂകമ്പം സംഭവിച്ചു. അവിടെ എല്ലാവരുടെയും ചങ്ങലകൾ താഴെ വീണു, ബന്ധനങ്ങൾ തുറന്നു, വാതിലുകൾ തുറന്നു എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ നാം വായിക്കും. അതിനാൽ വിമോചനത്തിൽ നിന്ന് ആരാധനയിലേക്കും ആരാധനയിൽ നിന്ന് വീണ്ടും വിമോചനത്തിലേക്കും നയിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കാണുന്നു.
നമ്മുടെ മലങ്കര കുർബാന തക്സായിൽ 17-ാം കെംത കാലത്തെ നാം ചൊല്ലുന്ന 17-ാം പ്രൊമിയൻ സെതറായിൽ പറയുന്നു, മാലാഖമാർ നിന്നെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? മാലാഖമാർ കൂടുതൽ വിശുദ്ധി പ്രാപിപ്പാൻ. അതിശക്തരായ മാലാഖമാർ നിന്നെ പുകഴ്ത്തുന്നു. എന്തിനാണ്? അവർ കൂടുതൽ മഹത്വം പ്രാപിക്കാൻ. എന്നാൽ പാപികളായ മനുഷ്യരിൽ നിന്ന് ദൈവം എന്തിനാണ് ആരാധന സ്വീകരിക്കുക? അവർക്ക് പാപപരിഹാരം നൽകുവാൻ വേണ്ടി ദൈവം അവരുടെ നേർച്ച കാഴ്ചകളും ബലികളും സ്വീകരിക്കുന്നു. അതിനാൽ ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല, പിന്നെയോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധന നടത്തുക. സഭ എന്താണ് എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 12:27 അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. കൊളോസ്യർ ലേഖനത്തിൽ 1:18 നാം വായിക്കുന്നു, ക്രിസ്തു സഭയുടെ ശിരസ്സാകുന്നു. സഭ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭവനമാകുന്നു. 1 തിമോത്തി 3:15 അത് സത്യത്തിൻ്റെ തൂണും കോട്ടയും എന്ന് നമ്മൾ POC ബൈബിൾ വായിക്കുന്നു. അത് ഒരുപക്ഷെ തിരുത്തേണ്ടതാണ്. കോട്ടയല്ല, ഉറച്ച അടിസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് എദ്രയോമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കും. അത് കോട്ട എന്നതിനേക്കാൾ ഉറപ്പുള്ള അടിസ്ഥാനം അതാണ്. സഭ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭവനവും സത്യത്തിൻ്റെ തൂണും ഉറച്ച അടിസ്ഥാനവുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ഭവനമാണെങ്കിൽ ഭവനത്തിൽ മക്കള് ജനിച്ചു വളർന്ന് പക്വതയിലേക്ക് വളരുന്ന ഒരു സ്ഥലമാണ്. കർത്താവായ യേശുമിശിഹായുടെ പക്വതയിലേക്ക് ദൈവമക്കള് വളരുന്ന ഒരു സ്ഥലമാണ് സഭ. അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. സ്വർഗത്തിൻ്റെ ഭൗമികമായ ഛായ അതിനുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 16:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് വേറൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല, വേറൊന്നും പണിതിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. മൈ ചർച്ച് എന്ന് പറയുമ്പോഴും അവിടെ അടിവരയിട്ട് പറയേണ്ടതാണ്. അതിനാൽ ഇതൊരു മാനുഷികമായ സംഘടനയോ ഒരു ക്ലബോ ഒരു അസോസിയേഷനോ ഒന്നുമല്ല. ഇത് കർത്താവായ യേശുമിശിഹായുടെ മൗലിക ശരീരവും യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നിരന്തരമായി ഈ സഭയിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. 1 പത്രോസ് 1:18 അപ്പസ്തോല പ്രവൃത്തി 20:18 ഒരു കാര്യം പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സമൂഹമാണ് സഭ. പുരോഹിതന്മാരെ, മൂപ്പന്മാരെ വിളിച്ചു വരുത്തി, എഫേസൂസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പൗലോസ് പറയുന്നത്, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട തൻ്റെ അജഗണത്തെ മേയ്ക്കുവാൻ നിയോഗിക്കപ്പെട്ട അജപാലകരാകുന്നു നിങ്ങൾ. എന്താണ് പൗരോഹിത്യത്തിൻ്റെ അർത്ഥം എന്ന് വ്യക്തമായി പറയുകയാണ്. ഞാൻ ഓർക്കുന്നു, വിശുദ്ധ പുണ്യശ്ലോകനായ മാർ തെയോഫിലോസ് തിരുമേനിയുടെ വൈദികർക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന അവസരത്തിൽ, അവരെ വികാരിയായിട്ട് നിയമിക്കുന്ന അവസരത്തിൽ എപ്പോഴും വന്നിരുന്നൊരു വാക്ക്, നിങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അജഗണത്തെ മേയ്ക്കുവാൻ നിയോഗിക്കപ്പെട്ട അജപാലകരാകുന്നു നിങ്ങൾ എന്നുള്ളതാണ്. അത് അടിസ്ഥാനപരമായ ചിന്തയാണ്. വിശുദ്ധ 2-ാം വത്തിക്കാൻ സുനഹദോസിൽ
സഭ പഠിപ്പിച്ചു. സഭ, അതായത് ദൈവം സഭയെ ഒരു സമൂഹമാക്കി, നമ്മളെ സമൂഹമായി വിളിച്ചു. അതിനാൽ ദൈവം നമ്മളെ സമൂഹമായി മാത്രമേ രക്ഷിക്കുകയുള്ളൂ. ഈശ്വര രക്ഷതു എന്നൊക്കെ പറയുന്ന ഹൈന്ദവ പ്രയോഗങ്ങൾ നമുക്കറിയാം. ദൈവമേ എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവനൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ രക്ഷയും അവൻ്റെ വിശുദ്ധീകരണവും സ്വർഗപ്രാപ്തിയും എല്ലാം ഈ സമൂഹത്തെ ആശ്രയിച്ചിരിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ കൂദോശീത്തോയുടെ ദിവസം എന്താണ് നമ്മൾ അടിവരയിട്ട് പറയേണ്ടത്? സഭ എന്താണ് എന്ന് തീർച്ചയായിട്ടും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാലമാണ്. കാരണം ഇന്നത്തെ മീഡിയയിലൂടെ സഭയുടെ ചിത്രം വളരെ വികലമായി ചിത്രീകരിക്കുന്ന, അതിന് താല്പര്യമുള്ള ധാരാളം പേരുകൾ നമ്മുടെ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ സഭയെക്കുറിച്ച് എന്തെങ്കിലും പെരുദോഷം കിട്ടുകയാണെങ്കിൽ അത് എത്രയോ ദിവസമാണ് കൊട്ടിഘോഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും സഭയിലെ കെട്ടുറപ്പിനെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തന്നെ സഭയുടെ പേരിന് കളങ്കം ചാർത്തുന്ന ധാരാളം പ്രവണതകൾ നമുക്ക് കാണുവാനായി സാധിക്കും. 2, സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവർ തന്നെ പറയും, ഐ ആം സ്പിരിച്വൽ നോട്ട് റിലീജിയസ്. അമേരിക്കയിലൊക്കെ സാധാരണ ഞാൻ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കൊരു ആത്മീയതയുണ്ട്, എനിക്ക് ദൈവത്തോട് അടുക്കുവാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് സഭയുമായിട്ടോ ഏതെങ്കിലും ഒരു റിലീജിയസ് കൺഫെഷനുമായിട്ടോ അതിൻ്റെ നൂലാമാലകൾ, അതിൻ്റെ നിയമങ്ങൾ, ഇതുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് ദൈവത്തോട് നേരിട്ട് ബന്ധമുണ്ട്. ഞാൻ യൂറോപ്പിലായിരുന്ന അവസരത്തിൽ ഒരിക്കൽ ഒരു സ്യൂറിക്കിലെ ഒരു ലൈബ്രറിയിൽ ചെന്നു. ലൈബ്രറിയുടെ തൊട്ട് മുമ്പ് ഒരു ബാസൽ മിഷൻ്റെ പള്ളിയാണ്. ആ പള്ളിയുടെ 2 ഭിത്തിയിലും എഴുതി വച്ചിരിക്കുന്നു, അവർ ഈ സ്പ്രേ ഡോസ് ഉപയോഗിച്ച് എഴുതി വച്ചിരിക്കുകയാണ്, ജീസസ് ക്രൈസ്റ്റ് യെസ്, ചർച്ച് നോ. യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണം, സഭയെ വേണ്ട. ഇത് ഒരു ആധുനിക ചിന്തയാണ്. കർത്താവ് സ്ഥാപിച്ചത് ഇന്നത്തെ സഭയല്ല എന്ന് പറയുന്നവരാണ് ഒരുപക്ഷേ ഈ പ്രൊട്ടസ്റ്റൻ്റ് അൾട്രാ മോഡേണായിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം. കർത്താവ് സഭയെ സ്ഥാപിച്ചു, പക്ഷേ ഇപ്പോഴത്തെ സഭ കർത്താവിൻ്റെ സഭയല്ല എന്ന് പറയുന്നവരാണ്. നമുക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ സഭയ്ക്ക് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പസ്തോലികവുമായ സഭ, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് അടയാളമായി സ്ഥാപിച്ച സഭ, ഇറ്റ് സബ്സിസ് ഇൻ ദ കാത്തലിക് ചർച്ച്. ഇത് നമ്മൾ ധൈര്യമായിട്ട് പ്രഘോഷിക്കേണ്ട ഒരു സംഗതിയാണ്. കത്തോലിക്ക സഭയിൽ എന്തെല്ലാം ബലഹീനതകളുണ്ടായാലും അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർ എന്തുമാത്രം പാപഗ്രസ്തരാണെങ്കിലും, ചിലരുടെ എല്ലാം പ്രവർത്തനമെങ്കിലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കുന്നതാണെങ്കിൽ പോലും, രക്ഷയുടെ അടയാളം എന്നുള്ള നിലയിൽ ഈ സഭയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതിനാൽ സഭയെ മനസ്സിലാക്കുക മാത്രമല്ല, സഭയെ ഡിഫെൻഡ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ പലപ്പോഴും നാം കാണുന്ന ഒരു സംഗതി, നമ്മുടെ അഭ്യസ്ത വിദ്യർ, കോളേജ് പ്രൊഫസേഴ്സ്, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ സഭയെ ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഒരു വിമുഖതയാണ്. അതുപോലെ തന്നെ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന എല്ലാവരും സഭയുടെ പ്രചാരകരായിരിക്കണം. കാരണം ഏത് ഒരു ജീവിതഘട്ടത്തിലും ഏത് വെല്ലുവിളികൾ ഉള്ള സന്ദർഭങ്ങളിലും സഭയായിട്ട് തുടർന്നാൽ മാത്രമേ അത് രക്ഷയുടെ അടയാളമാവുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ 3ാമത്തെ പോയിന്റ്, ദൈവം ആരാണ് എന്നറിയാതെ ആരാധിക്കാൻ പറ്റില്ല.
ശമരിയക്കാരി സ്ത്രീയോട് യേശു വലിയ ഒരു അവകാശം സ്ഥാപിച്ചു. രക്ഷ യഹൂദരിൽ നിന്നാണ്. ഇത് യേശു എന്താ പറയുക, തൻ്റെ സ്വന്തം ജാതിയെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ യേശു ഒരു കാരണം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നവനെ ആരാധിക്കുന്നു. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. പൗലോസ്ലീഹ ഗ്രീസിൻ്റെ തലസ്ഥാനമായ ആഥൻസിൽ ആക്രോപ്പൊളിസ് എന്ന് പറയുന്ന ഒരു വലിയ കുന്നുണ്ട്. ആ കുന്ന് ഇപ്പോഴുമുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്തെ BC 1000 ആണ്ട് മുതലുള്ള പഴയ കാലത്തെ അമ്പലങ്ങളെല്ലാം നിരന്നു നിൽക്കുവാണ്. പൗലോസ്ലീഹ ആ വഴി പോയപ്പോൾ അപ്പസ്തോലപ്രവൃത്തി 17:2 പറയുന്നു, ഞാനിതിലെ കടന്നു പോകുമ്പോൾ അജ്ഞാത ദേവന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ബലിപീഠം ഞാൻ കണ്ടു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ആ അജ്ഞാത ദേവനെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് അജ്ഞാതനായിരിക്കുന്നവൻ ഞങ്ങൾക്ക് അറിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അറിയുന്ന ദൈവത്തെ ഞങ്ങൾ പ്രസംഗിക്കുകയാണ് എന്ന് പൗലോസ്ലീഹ പറയുമ്പോഴും ആരാധനയുടെ ഒരു വലിയ അടിസ്ഥാനം ദൈവത്തെ അറിയുന്നതാണ്. പ്രഭാഷകന്റെ 9-ാം അധ്യായം 10-ാം വാക്യം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ബാക്കിയുള്ളതൊന്നും അറിവായിട്ട് പ്രഭാഷകൻ കണക്കാക്കുന്നില്ല. അതുപോലെ യോഹന്നാൻ്റെ 17:2 കർത്താവ് പറഞ്ഞു, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണല്ലോ നിത്യജീവൻ. അതിനാൽ യേശുക്രിസ്തുവിനെ അറിയാത്തവന് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് തറപ്പിച്ച് പറയാൻ ഒരുപക്ഷെ ഇന്ന് നമ്മൾ മടിക്കുകയാണ്. അതിനാൽ യേശുവിൻ്റെ മുഖം വെളിപ്പെടുത്താൻ വന്നവനാണ് കർത്താവായ യേശു മിശിഹ. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഒന്നുകൂടെ എടുത്ത് യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുക. കാരണം ഞാൻ പിതാവിൻ്റെ പ്രവർത്തികളാണ് ചെയ്യുക. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ തന്നെ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു, പിതാവ് പുത്രനെ വെളിപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് പുത്രനെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ കർത്താവായ യേശു മിശിഹായെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് നമുക്ക് തന്നത് പെന്തക്കോസ്തിക്ക് ശേഷമാണ്. യേശു പറയുന്നുണ്ട്, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇവിടെ സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റായിട്ടുള്ള സത്യത്തിൻ്റെ കാര്യമല്ല, കർത്താവായ യേശു മിശിഹായിൽ വെളിപ്പെട്ട സത്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മാത്രമേ ആ സത്യത്തിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് 1 കൊരിന്തി 12:3 നമ്മൾ വായിക്കുന്നു. അതിനാൽ യേശു പറഞ്ഞ, ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. അവൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ, നീ ഗുരു അവിടുന്ന് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാകപ്പിഴകളും നീ അതുപോലെ അക്കമിട്ട് പറഞ്ഞു. നീ ഒരു പ്രവാചകനാണ് തീർച്ച. നിന്നോടൊരു ചോദ്യം, ഒരുപക്ഷെ അവളുടെ പേഴ്സണലായിട്ടുള്ള, അവളെ വേദനിപ്പിക്കുന്ന ചില സത്യങ്ങളിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയായിരിക്കും. അവൾ ഉടനെ ചോദിച്ചു, എവിടെയാണ് ആരാധിക്കേണ്ടത്? ഞങ്ങൾ ശമറിയക്കാർ പറയുന്നു, ഈ ഗരീസ്യം മലയിൽ വേണം ആരാധിക്കാൻ.
നിങ്ങൾ യഹൂദർ പറയുന്നു ഒരു 40 കിലോമീറ്റർ തെക്കുള്ള ജെറുസലം മലയിൽ വേണം ആരാധിക്കാൻ. ജെറുസലം മലയ്ക്ക് ഏതാണ്ട് 2500 അടി ഉയരമുണ്ട്. ഗെരിസിം മലയ്ക്ക് 2900 അടി ഉയരമുണ്ട്. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് നിൽക്കുന്ന 2 കുന്നുകളാണ്. ഈ ഗെരിസിം മല ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഷെക്കേമിൽ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് യാക്കോബിൻ്റെ കിണറുള്ളത്. ഇസ്രായേൽക്കാർ കാനാൻ നാട്ടിൽ പ്രവേശിച്ച ആദ്യത്തെ വലിയ സമ്മേളനം ജോഷുവയുടെ നേതൃത്വത്തിൽ നടന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഗെരിസിം മലയിൽ നിന്നാണ് ഇസ്രായേൽ മക്കളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. അവരുടെ മേൽ ശാപം ചൊരിയുന്നത് ഏബാൽ എന്ന് പറയുന്ന വേറൊരു മലയിൽ നിന്നാണ്. ഗെരിസിം മലയിൽ അനുഗ്രഹങ്ങൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇനി ശാപങ്ങൾ പറയണമെങ്കിൽ അത് ഏബാൽ എന്ന മലയിൽ കയറണം. ഇതെല്ലാം നിയമാവർത്തന പുസ്തകത്തിലും അതുപോലെ യോശുവയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അതിനാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. എന്നാൽ യേശു ഉത്തരം പറഞ്ഞത് എവിടെ ആരാധിക്കണമെന്നല്ല, പിന്നെയോ യേശു പറഞ്ഞത് എങ്ങനെ ആരാധിക്കണമെന്നുള്ളതാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, ഇത് നമുക്ക് ഒരു ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെയാണ്. സത്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ പറയുകയാണ്. അതിനാൽ പരിശുദ്ധ ത്രിത്വത്തിലെ ആൾക്കാർ തന്നെ പരസ്പരം ആരാധിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകദൈവമാണെങ്കിലും പിതാവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പുത്രനെയാണ് നമ്മൾ കാണുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് അവാച്യമായ ഭാഷയിൽ നെടുവീർപ്പുകളോടുകൂടി പ്രാർത്ഥിക്കുന്നു എന്ന് റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിനാൽ ക്രിസ്ത്യൻ പ്രെയർ ഈസ് ഗോഡ് പ്രേയിങ് ടു ഗോഡ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അതിനാൽ പ്രാർത്ഥിക്കുന്ന യേശുവിനോടും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന എന്ന് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കും. അതുപോലെ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന കൊടാനകോടി മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഒരിക്കലും അവസാനിക്കാത്ത ആരാധന. നമ്മുടെ ആരാധനകളൊക്കെ 1-2 മണിക്കൂർ ദീർഘിക്കും, അപ്പോഴേക്കും നമുക്ക് പോകാൻ ധൃതിയായി. എങ്കിൽ നാം ഒരിക്കൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ആരാധനയിലായിരിക്കും നമ്മൾ പങ്കെടുക്കുക. ഇപ്പോൾ നമ്മൾ കുർബാന ചൊല്ലുമ്പോഴും മറ്റ് ആരാധനാക്രമം അനുഷ്ഠിക്കുമ്പോഴും സ്വർഗത്തിലെ ആരാധനയോട് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഭാഷ പറയുകയാണെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യുകയാണ്. സ്വർഗത്തിലെ ആരാധനയാണ് യഥാർത്ഥമായ ആരാധന. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ എപ്പോഴും പരിശുദ്ധൻ 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 എന്നുള്ള പാട്ട്, അത് പ്രാർത്ഥനയല്ല, യഥാർത്ഥത്തിൽ പാട്ടാണ് പാടേണ്ടത്. കാരണം മാലാഖമാരോടൊപ്പം ഞങ്ങളും ഇപ്രകാരം പാടുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ മാലാഖമാരുടെ പാട്ടുകളോടൊപ്പം നമ്മളും ചേരുമ്പോഴാണ് അത് ക്രൈസ്തവമായ പ്രാർത്ഥനയാകും. അതിനാൽ ഈ സ്ത്രീ ചോദിച്ച് എവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? യേശു പറഞ്ഞു, നീ ജെറുസലത്തും പോകണ്ട, ഗെരിസിമിലും പോകണ്ട. പിന്നെന്താണ് യേശു സ്ഥാപിക്കുന്നത്? എന്താണ്?
നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് ദേവാലയം. അപ്പോൾ യേശു ഷിഫ്റ്റ് ചെയ്യുക. പഴയ നിയമ കൺസെപ്റ്റ് അതുപോലെ സമാരിറ്റൻ കൺസെപ്റ്റല്ല യേശു തിരുത്തുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദൈവഭവനം. വെളിപാട് പുസ്തകത്തിൽ 21-22 നാം വായിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ജെറൂസലേം ഇറങ്ങി വന്നു. അവിടെ യോഹന്നാൻ ദർശകൻ പരതി നോക്കി, ദൈവാലയം കണ്ടില്ല. എന്നാൽ പിന്നീട് പറയുന്നു, നഗരത്തിൽ ഞാൻ ദൈവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദൈവാലയം. എന്നാൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവാലയങ്ങൾ ആവശ്യമാണ്. യോഹന്നാൻ കണ്ട ദർശനത്തിലെ ദൈവാലയം എസ്കറ്റലോജിക്കൽ, അതായത് ചരിത്രം ഒക്കെ അവസാനിച്ചു കഴിയുമ്പോൾ അന്ന് ഇറങ്ങി വരുന്ന ഒരു ദർശനമാണ്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടി, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അതിനാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ചെറിയ കൂടാരങ്ങൾ ആവശ്യമാണ്. കർത്താവായ യേശു മിശിഹ മനുഷ്യാവതാരം ചെയ്തു എന്ന് അല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ കൂടാരത്തോടൊപ്പം ദൈവവും ഒരു കൂടാരമടിച്ചു. കാത്താസ്കേനൻ എന്ന് പറഞ്ഞാൽ കൂടാരമടിച്ചു എന്നുള്ളത്. അതിനാൽ മനുഷ്യരോടൊപ്പം ദൈവം കൂടാരമടിച്ച അതാണ് മനുഷ്യാവതാരം. ഈ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ഓരോ ദൈവാലയവും. നമ്മൾ ആ ദൈവാലയത്തിൽ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് പിതാവിനെ തന്നെ ആയിരിക്കണം, പിതാവിന് വേണ്ടിയായിരിക്കണം. ഇന്നത്തെ ആരാധനകളും ധ്യാനങ്ങളുമൊക്കെ നമ്മുടെ ഏതാനും സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വഴിതിരിച്ചു വിടുന്ന സംഭവങ്ങളുണ്ട്. ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവത്തെ പ്രതി തന്നെയാണ്. ദൈവത്തെ തേടേണ്ടത് ദൈവത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അതിനാൽ നമ്മളെ സംബന്ധിച്ച് ഈ സഭയെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ബൈബിൾ പഠിപ്പിക്കുക, എന്താണ് സഭ പഠിപ്പിക്കുക, എന്താണ് നമ്മുടെ ആരാധനക്രമം തന്നെ ആരാധനയെക്കുറിച്ച് പറയുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ ഇന്നത്തെ ഈ ഞായറാഴ്ച യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഈ വാക്കുകൾ ഗ്രീക്കിലും ലത്തീനിലും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉൾവശത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഒരു ലെറ്ററിന് തന്നെ ഉദ്ദേശം 2 മീറ്റർ ഉയരമുണ്ട്. അത്ര വലിയ അക്ഷരങ്ങളിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. കാരണം അത് പത്രോസിൻ്റെ കബറിടത്തിൻ്റെ മുകളിലാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിതിരിക്കുന്നത്. ഈ ഒരു സത്യം ലോകത്തോട് നമ്മൾ വിളിച്ചു പറയണം. പ്രത്യേകിച്ച് ഈ എക്യുമെനിക്കൽ ഏജിൽ ഏത് സഭയിൽ പോയാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ഏത് കമ്മ്യൂണിറ്റിയിലും ചേർന്നാലും കുഴപ്പമില്ല എന്നുള്ള ആശയം തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. കർത്താവായ യേശു മിശിഹ പത്രോസിന് കൊടുത്ത പരമാധികാരം ഒരു ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്കത് ഇഷ്ടം പോലെ മാറാവുന്ന ഒരു സംഗതിയല്ല. അതിനാൽ പത്രോസിൻ്റെ കൂടെയുള്ള ശ്ലൈഹിക ഗണത്തിനാണ്, പത്രോസിനെ കൂടാതുള്ള ശ്ലൈഹിക ഗണത്തിനല്ല കർത്താവായ യേശു മിശിഹ ഈ രക്ഷയുടെ രഹസ്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതിനാൽ പത്രോസിൻ്റെ പിൻഗാമിയായ പരിശുദ്ധ മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കുന്ന ഏതാണ്ട് 5500 വരുന്ന മെത്രാൻ സംഘത്തോടും അതുപോലെ 123 കോടി വരുന്ന അതിൻ്റെ വിശ്വാസഗണത്തോടും
ഏതാണ്ട് 8 ലക്ഷത്തോളം വരുന്ന വൈദിക ഗണത്തോടും ഒക്കെ ചേർന്ന് നമ്മൾ ആരാധന നടത്തുകയാണ്. അതിനാൽ സഭയുടെ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ ആരാധിക്കണം. ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് പരിപാടിയല്ല. ദൈവാരാധന എന്ന് പറയുന്നത് ഒരച്ഛൻ്റെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയല്ല, ഒരു മെത്രാൻ്റെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയല്ല. അതിനാൽ നമ്മുടെ ആരാധനകൾ അതിൻ്റെ കൃത്യതയിലും അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ ആഘോഷത്തിലും അത് അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ പ്രത്യേകമായ കർത്തവ്യം. പ്രത്യേകിച്ച് മലങ്കര സഭയിൽ നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെ അങ്ഷൻ വിട്ടുകളയരുത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.